മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കലി തുള്ളിയിട്ടായിരിക്കും മഞ്ജു വരിക കേട്ടോ. മഞ്ജു വരുമ്പോൾ തന്നെ നമ്മുടെ ദുർഗ മോളെ കൊഞ്ചിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കണം കേട്ടോ. ദുർഗയ്ക്ക് മതിയാവുന്നില്ല മോളെ കൊഞ്ചിച്ചിട്ട്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് മഞ്ജു അങ്ങോട്ടേക്ക് വരിക കേട്ടോ. അവിടെ വന്നത് തന്നെ മഞ്ജു ചോദിക്കും, ഈ ചേച്ചിയുടെ അടുത്തും ഏട്ടൻ്റെ അടുത്തും എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. ഇവരെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ശത്രുക്കളാണ്, ഇവർ കൊല്ലാൻ മടിക്കാത്ത ആൾക്കാരാണ് എന്നെല്ലാം പറഞ്ഞിട്ടിങ്ങനെ ദുർഗയുടെ മുൻപിലിട്ടിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുകയാണ് കേട്ടോ. ആരോടൊന്നുമില്ലാതെയാണ് വഴക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ദുർഗ ആകെ ഞെട്ടി പകച്ചു പോവുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ മഞ്ജു ദുർഗയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കുകയാണ് കേട്ടോ. പിന്നീട് ചേച്ചിയും ഏട്ടനും എവിടെ എന്ന് ചോദിക്കും. താഴത്തെ ബഹളം കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മി മുകളിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. നിങ്ങളോടല്ലേ പറഞ്ഞത്, എത്ര പറഞ്ഞാലും നിങ്ങൾ എന്താ കേൾക്കാത്ത? ഇവിടെ ശത്രുക്കളാണ്, ഈ കുഞ്ഞിനെ പോലും എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. എനിക്കറിയുന്ന പോലെ ആരെയും അറിയില്ല. പിന്നെ ചേച്ചിയും ഏട്ടനും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീട്ടിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ആരെയും ഈ വീട്ടിൽ കയറ്റരുത്. പ്രത്യേകിച്ച് എൻ്റെ ഏട്ടനും ഏടത്തിയമ്മയും അവരെ ഈ വീട്ടിലേക്ക് കയറ്റരുത്. ഇവിടെ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൗകര്യമായി ജീവിക്കാൻ സാധിക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ദുർഗയെ അങ്ങനെ മഞ്ജു കണ്ണ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ദുർഗയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ദുർഗ ഇപ്പോൾ മാറി എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചാലും മഞ്ജുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് സത്യമാണോ നുണയാണോ ഒന്നും മഞ്ജു അംഗീകരിക്കുന്നില്ല കേട്ടോ. സാരമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് കണ്ണനും അതുപോലെ മഹിയും മഞ്ജുവിനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. ഇതേ സമയം തന്നെ ഡോക്ടർ തോമസ് വൈദ്യരുടെ അവിടെ ഉണ്ണിയെ പിടിച്ച് നടത്തിപ്പിക്കുകയാണ് കരുണാട്ട. ഉണ്ണി പതുക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇവർ പുറത്തു കൂടെ നടത്തുന്ന സമയത്ത് തന്നെ മേഘനാഥനും അതേപോലെ തന്നെ വാമദേവൻ നടത്തിക്കൊണ്ടുവരികയാണ്. പിന്നീട് അവർ രണ്ട് കൂട്ടരെ നേർക്ക് കാണുകയാണ് കേട്ടോ. അവർക്കറിയാം അവരുടെ കാര്യങ്ങളെല്ലാം ശരിയാക്കണം, അതിനെന്തായാലും ഇതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ എന്ന്. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എഴുന്നേറ്റ് നടക്കാറായല്ലോ എന്ന് കേട്ടോ. അതേസമയം പ്രതാപൻ ജാനയമ്മയെ കാണുകയാണ് കേട്ടോ. ജാനയമ്മയെ കണ്ടിട്ട് ജാനയമ്മയോട് പറയണം. ജാനയമ്മ കരഞ്ഞ് കീഴാണ് കേട്ടോ, തൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നിങ്ങളോട് ഞാനൊരു ജീവനെടുക്കാനാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങളതെടുത്തില്ല. അതിന് പകരം നിങ്ങളുടെ മകനാണ് അവിടെ കിടക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കുക എന്ത് വേണമെന്ന്. നിങ്ങളുടെ മകൻ്റെ ജീവൻ വേണോ അതാ കുഞ്ഞിൻ്റെ ജീവൻ പോകണോ, ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറയാൻ കേട്ടോ. വീണ്ടും ജാനമ്മയ്ക്ക് എത്രയാണെങ്കിലും ജാനമ്മയുടെ മോൻ്റെ ജീവൻ വേണമെന്നാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ജാനമ്മ വീണ്ടും ആ ആരുകൊലയ്ക്ക് ശ്രമിക്കുകയാണ് കേട്ടോ. ഒരിക്കലും ആരുകൊല വിജയിക്കുകയില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. പിന്നെ ഓരോ തവണ ചെയ്യുമ്പോഴും പരാജയപ്പെടുമ്പോൾ അവർ സ്വയം മനസ്സിലാക്കുകയാണ്, അവർക്ക് തന്നെ തിരിച്ചടി കിട്ടുകയാണല്ലോ. അങ്ങനെയാണ് അവർ സ്വയം മനസ്സിലാക്കുക. ഈ കുഞ്ഞിനോടുള്ള അവരുടെ കളി അതോട് കൂടിയിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരിക്കും കേട്ടോ. നമ്മൾക്കേ ബോറടിച്ച് തുടങ്ങിയില്ലേ വെറുതെ ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ. ഇനി എന്തായാലും അതുണ്ടാവില്ല. കുഞ്ഞിൻ്റെ വലിയൊരു വളർച്ച കാണിച്ചുകൊണ്ടായിരിക്കും ഇനി നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇന്നത്തെ കിടിലൻ എപ്പിസോഡുമായി വൈകുന്നേരം വീണ്ടും കാണാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.